ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തെ ഒരു പുതിയ വീട്ടിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് തയ്യൽ മെഷീനൊന്നും ഉപയോഗിക്കാതെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള തലയണ വീട്ടിൽ ഉണ്ടാക്കുന്ന രീതി കാണിക്കാനായിട്ടാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതിനായിട്ട് നമ്മൾ നല്ല കട്ടിയുള്ള അത്യാവശ്യം നല്ല കട്ടിയുള്ള തുണി എടുത്തിട്ടുണ്ട്. കോട്ടൺ തുണിയാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിന് ഒരു 19 ഇഞ്ച് നീളത്തിലും 13 ഇഞ്ച് വീതിയിലാണ് നമ്മൾ തലയണ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് വേണം തുണിയുടെ നീളം വീതി എടുക്കാനായിട്ട്. ഇനി നമുക്കൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ വരച്ചത് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഈ ഒരു വരച്ച ഭാഗത്ത് കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടോ. അപ്പോൾ ഇത് അതുപോലെ ഒരു പീസാണ് കിട്ടുന്നത്. കുട്ടികൾക്കാണെങ്കിൽ ഇത് അത്യാവശ്യം മതി കേട്ടോ. ഇത് ധാരാളം ചെറിയ കുട്ടിക്ക് ഈ ഒരു തലയണ അത്യാവശ്യമാണ്. ഇതാണ് കേട്ടോ നമ്മൾ ഓപ്പണിംഗ് പാർട്ട് ഈ ഭാഗത്താണ്. മറ്റേ സൈഡ് ക്ലോസിങ് പാർട്ടുമാണ് കേട്ടോ. ഇനി നമുക്കിത് തയ്ക്കേണ്ട രീതി കാണിച്ചു തരാം. ഇവിടുന്ന് മുതൽ ഇതുവരെ ഒന്ന് തയ്ച്ചെടുക്കണം. അതുപോലെ ഈ സൈഡും ഇതുപോലെ തയ്ച്ചെടുക്കണം. പിന്നെ ഈ മുൻഭാഗത്ത് ഇത്ര വരെ മതി. കുറച്ച് ഗ്യാപ്പ് വിടണം കേട്ടോ. നമുക്കിതിലേക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഗ്യാപ്പ് വിടുന്നത്. നമുക്കിനി തയ്ച്ചെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഇതൊന്ന് നല്ല വശം ഒന്നുള്ളിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മളിത് ചീത്ത വശത്താണ് തയ്ച്ചെടുക്കുന്നത്. തയ്ച്ചെടുക്കുക അല്ലെങ്കിൽ തുന്നിയെടുക്കുക ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് തയ്യൽ മെഷീൻ ഇല്ലാത്തവർക്ക് തയ്ച്ചെടുക്കേണ്ട ആവശ്യമില്ല, തുന്നിയെടുത്താലും മതി. മനസ്സിലാവുന്നില്ല, ഇതേ രീതിയിലൊന്ന് തുന്നിയെടുത്താൽ മതി. അങ്ങനെ നമ്മളിത് തുന്നിയെടുത്തിട്ടുണ്ട്. ഈ സൈഡും ഈ സൈഡ് ഇതുവരെ, പിന്നെ ഈ സൈഡ് വരെ ഇതുവരെ തുന്നിയെടുത്തിട്ടുണ്ട്. കുറച്ച് ഗ്യാപ്പും ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ ഗ്യാപ്പിലൂടെ നമുക്കൊന്ന് പുറം മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ തലയണൻ്റെ കവർ ശരിയായിട്ടുണ്ട്. നമുക്കിതിലേക്ക് എന്തെങ്കിലുമൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഉന്നോ അല്ലെങ്കിൽ വെട്ട് കഷ്ണോ അല്ലെങ്കിൽ സ്പോഞ്ചോ ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുക. സ്പോഞ്ച് ആണെങ്കിൽ ഈ സൈഡ് അടിക്കരുത് കേട്ടോ, ലാസ്റ്റ് അടിക്കാൻ പറ്റുള്ളൂ. ഈ ഒരു സൈസിന് സ്പോഞ്ച് കട്ട് ചെയ്തിട്ട് അത് വെച്ചിട്ട് മാത്രം ഇവിടെ തുന്നിയെടുത്താൽ മതി. ഞാൻ ഇവിടെ ഉന്നാണ് ഇതിലേക്ക് നിറക്കാൻ പോണത്. കുട്ടിക്കായതുകൊണ്ട് തന്നെ ഏറ്റവും നല്ലത് ഉന്നൻ തന്നെയാണ്. ഉന്നോ സ്പോഞ്ചോ ആണ് ഏറ്റവും നല്ലത് വെട്ട് കഷ്ണത്തിലേറെ. ഇല്ലെങ്കിൽ വെട്ട് കഷ്ണം ഇതുപോലെ ലൂസായിട്ട് ഇങ്ങനെ ഇതിലേക്ക് നിറച്ച് കൊടുത്താലും മതി. ഞാൻ എൻ്റെ കയ്യിൽ ഉന്നുണ്ടായതുകൊണ്ട് ഉന്നം കൊണ്ടാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഇതിലേക്കെല്ലാം ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഗ്യാപ്പ് ഉണ്ടല്ലോ ഇതിന് ഉന്നൊക്കെ നിറച്ച് അതൊന്ന് ക്ലോസ് ചെയ്തെടുക്കണം കേട്ടോ ഇത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ചൊന്ന് ഉള്ളിലേക്ക് മടക്കുകയാണ്. നമ്മൾ തുന്നീൻ്റെ ആ ഒരു ലെവലിലേക്ക് വരാൻ വേണ്ടിയിട്ടാണിത്. അപ്പോൾ കുറച്ച് തുണി ഇതുപോലെ ഉള്ളിലേക്കൊന്ന് മടക്കുക. എന്നിട്ട് ഇതിങ്ങനെ വലിച്ച് പിടിച്ചിട്ട് ഇവിടെ തുന്നി കൊടുക്കുക കേട്ടോ. പുറത്തേക്കാക്കി തുന്നിയെടുത്താൽ മതി. ഇതേ കളറിൽ നൂലാകുമ്പോൾ അത് അറിയൊന്നുമില്ല. നന്നായി വലിച്ച് പിടിച്ചിട്ട് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിൽ നമുക്ക് കഴിയുന്ന രീതിയിലൊന്ന് തുന്നിയെടുക്കാം കേട്ടോ ഇത്. ഇതുപോലെ തന്നെ നമുക്ക് ഉള്ളിലും ഏതെങ്കിലുമൊക്കെ രീതിയിലൊക്കെ തുന്നിയെടുത്താൽ മതി കേട്ടോ. തയ്യൽ മെഷീൻ ഇല്ലാത്തവർ കുറച്ചൊക്കെ നല്ല ഉറപ്പിൽ നിൽക്കുന്ന രീതിയിലൊന്ന് തുന്നിയെടുത്താൽ മതി. തുന്നിയിട്ട് ലാസ്റ്റ് ഇതുപോലെ ഒരു കെട്ടിട്ട് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് അഴിഞ്ഞ് പോരും. അത്യാവശ്യം നല്ല ഉറപ്പിലൊക്കെ ഇട്ടിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ തലയണ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ നൂല് ഇതുമ്പോൾ കട്ട് ചെയ്ത് മാറ്റാം. കുട്ടികൾക്ക് ആയതുകൊണ്ട് തന്നെ അധികം ഹൈറ്റൊന്നും വേണ്ട കേട്ടോ. തലയണ ഈ ഒരു ഇത് മതി, ഹൈറ്റ് മതി. നല്ല സോഫ്റ്റായിട്ട് നിൽക്കണം. അപ്പോൾ നമ്മുടെ തലയണ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതേ അളവിൽ നമുക്ക് വേണമെങ്കിൽ തലയണ കവറും തയ്ച്ച് കൊടുക്കാം കേട്ടോ. ഇതേ രീതിയിൽ തന്നെ ഒന്ന് തുന്നിയെടുത്താലും മതി, അല്ലെങ്കിൽ പഴയ തലയണ ഉണ്ടെങ്കിൽ ഒന്ന് ചെറുതാക്കി എടുത്താലും മതി. ഞാനേതായാലും തയ്യൽ മെഷീൻ ഉള്ളതുകൊണ്ട് ഒരു ചെറിയ തലയണ അതേ അളവിൽ തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ തലയണ. വളരെ സിമ്പിളാണ്. തലയണക്ക് ഇവിടെ ക്ലോസ് ചെയ്യരുത്. ഇവിടെ ക്ലോസ് ചെയ്യുന്നതിന് പകരം ആദ്യം ഇവിടെ നിന്ന് മടക്കി അടിച്ച് കൊടുക്കണം കേട്ടോ. മടക്കി തയ്ച്ച് കൊടുക്കണം ഇതുപോലെ. എന്നിട്ട് ഇപ്പം നമ്മൾ തലയണക്ക് ചെയ്ത മതി രണ്ട് ഭാഗം ഒന്ന് തയ്ച്ചെടുത്താൽ മതി, അല്ലെങ്കിൽ തുന്നിയെടുത്താലും മതി. അപ്പോൾ നമ്മൾ തലയണ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ തലയണൊന്നും പുറത്തുനിന്ന് വാങ്ങാൻ നിൽക്കണ്ട. നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമുക്ക് തന്നെ തുന്നിയെടുക്കുകയോ തയ്ച്ചെടുക്കുകയോ ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.
അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, താങ്ക് യു.